ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 41ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് 2 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒനിയൻ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പൗഡർ ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഒരു പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ എടുക്കുന്നതാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. ആ പൂക്കൾ എടുക്കുക, ഒരു 5-6 പൂക്കൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഒനിയൻ ഒരു മീഡിയം സൈസ് ഒരു ഒനിയൻ എടുക്കുക. ഇത് രണ്ടും കൂടി നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു പൂക്കൾ വെച്ചിട്ടുള്ള ഹെയർ പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ആ ഒരു ഇതനുസരിച്ച് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണോ ആ ഒരു ഇതിനനുസരിച്ചിട്ട് പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് ഒനിയൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് ചെയ്യാം. പൗഡറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ പൂക്കളായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പൂക്കളായിട്ട് എടുക്കുകയാണ് കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു ഹെയർ പാക്കിൻ്റെ അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആ ഒരു പൂക്കളായിട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് കേട്ടോ. അപ്പം ഈ കുഞ്ഞിപ്പെണ്ണ് അവിടെ ലൈറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. അപ്പം ആളവിടെ ഓടിച്ചാടി മറിഞ്ഞൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളെ ഉറക്കിയിട്ട് വീഡിയോസൊക്കെ പുറത്ത് പോയി എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആൾ ഉറങ്ങണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അകത്ത് വെച്ച് തന്നെ ഇന്നത്തെ വീഡിയോ എടുത്ത് കളയാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ അകത്ത് വെച്ച് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു മൊത്തത്തിലൊരു ഇതായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഹെയർ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ സ്കാൽപ്പ് ഫുള്ളായിട്ട് കവർ ആകുന്ന രീതിക്ക് ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് നൈറ്റ് സ്കാൽപ്പിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ്സ് പറയാം. ഇതിൽ നമുക്ക് സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇവ രണ്ടും. അതായത് ചെമ്പരത്തി പൂവാണെങ്കിലും ഒനിയൻ ആണെങ്കിലും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ഇവ രണ്ടും നമ്മുടെ പുതിയ മുടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഒനിയൻ ഒരുപാട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പുതിയ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി പൂവാണെങ്കിലും ആ ഒരു കാര്യത്തിന് നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതായത് നമ്മുടെ ഹെയർ കളറിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മുടിക്ക് ഒരു നല്ല ബ്ലാക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കും കൂടിയാണിത്. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ വെച്ച ശേഷം ഹെയർ വാഷ് ചെയ്യും. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതി. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡേയിലെ കാര്യങ്ങൾ കേട്ടോ.